തന്നെ ബാധിച്ച ചർമ്മരോഗത്തിന് ബീഫ് ടൈലോ ഉപയോഗിച്ചിട്ട് ചികിത്സിക്കാൻ ആലോചിച്ചപ്പോൾ ചിലർ യൂറിൻ തെറാപ്പി ട്രൈ ചെയ്യാൻ പറഞ്ഞു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ബീഫ് ടൈലോ എന്ന് പറയുന്നത് പശുവിൻ്റെ കൊഴുപ്പാണ്. യൂറിൻ ശരീരത്തിൽ വേണ്ടാഞ്ഞിട്ട് പുറത്തു കളയുന്ന എക്സ്ക്രീറ്ററി മെറ്റീരിയൽ ആണെന്ന് ഈ ബുദ്ധിജീവി പറയുന്നത് വളരെ സാധാരണക്കാരൻ്റെ ബോധത്തിൽ നിന്നുകൊണ്ടാണ്. 7 മാസക്കാലത്തോളം ഇദ്ദേഹം ഉൾപ്പെടെ മുഴുവൻ മനുഷ്യരും സ്വന്തം മൂത്രത്തിലാണ് അമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് കിടന്നത് എന്ന ശാസ്ത്രബോധം ഇദ്ദേഹം ഇതുവരെ ആർജിച്ചിട്ടില്ല. യൂറിൻ വളരെ ഉപകാരപ്രദമായതും പോഷകസമൃദ്ധവും ഔഷധ ഗുണമുള്ളതും ശുദ്ധീകരിച്ച രക്തത്തിൻ്റെ ഉൽപ്പന്നവുമാണെന്ന കാര്യം ഇദ്ദേഹം പഠിച്ചിട്ടില്ല. ഗർഭസ്ഥ ശിശുവിനെ വളർത്താൻ, അതായത് അതിന് മുങ്ങിക്കിടക്കാനും കുടിക്കാനും നാസാരന്ധ്രങ്ങളിലൂടെ ശ്വാസകോശത്തിലെത്തിക്കാനുമുള്ള പോഷക ദ്രവം എന്ന നിലയിലാണ് യൂറിനെ ശരീരം അമ്നിയോട്ടിക് സാക്കിൽ എത്തിക്കുന്നത്. മൂത്രം വെറും വേസ്റ്റ് ആണെന്ന പഴഞ്ചൻ ധാരണയാണ് ഇദ്ദേഹം ഇപ്പോഴും വെച്ച് പുലർത്തുന്നത്. കാരണം പാഠപുസ്തകങ്ങളിൽ ഇപ്പോഴും മൂത്രത്തെക്കുറിച്ച് നടന്ന ആധുനിക ഗവേഷണ ഫലങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. മൂത്രത്തിലുള്ളത് ഹോർമോണുകളും എൻസൈമുകളും വിറ്റാമിനുകളും ധാതുലവണങ്ങളും ആൻറ്റിബോഡികളും സ്റ്റെം സെല്ലുകളും എക്സോസോമുകളും ഒക്കെ ആണ് എന്ന വിവരവും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. യൂറിയയ്ക്ക് പക്ഷേ പല ഗുണങ്ങളുമുണ്ടെന്ന് ഇദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്. സ്കിന്നിനെ ഈർപ്പമുള്ളതാക്കാനും സോഫ്റ്റൻ ചെയ്യുന്നതിനും യൂറിയയ്ക്ക് കഴിയും. ചർമ്മത്തിലെ ചെതുമ്പലുകൾ, മുളികൾ നീക്കം ചെയ്യാനുള്ള കഴിവ് യൂറിയയ്ക്കുണ്ടെന്നും അദ്ദേഹം പറയുന്നു. സ്കിന്നിൻ്റെ ആഗിരണശേഷി വർദ്ധിപ്പിക്കാനും യൂറിയയ്ക്ക് കഴിയും എന്നും അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പിന്നെ എന്താണ് ഈ ഗുണങ്ങളെല്ലാമുള്ള യൂറിയ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ച് ഗുണമുണ്ടാക്കുന്നു എന്ന കാര്യത്തിൽ എന്തിനാണ് അത്ഭുതപ്പെടുന്നത്? പൊതുവെ വേസ്റ്റാണെന്ന് കരുതപ്പെടുന്ന യൂറിയ വളരെ ഔഷധ ഗുണമുള്ള കോമ്പൗണ്ടാണെന്ന് ഇദ്ദേഹം അംഗീകരിക്കുന്നുണ്ട്. യൂറിയയെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ തെളിയിക്കുന്നത് ഇതിന് ക്യാൻസർ നാശക ശക്തിയുണ്ട്, മുറിവുണക്കാൻ കഴിവുണ്ട്, സ്കിന്നിനെ സോഫ്റ്റൻ ചെയ്യാൻ കഴിവുണ്ട്, വിഷനാശക സ്വഭാവമുണ്ട് എന്നൊക്കെയാണ്. മൂത്രത്തിന് ആൻറ്റിബയോട്ടിക്, ആൻറ്റിസെപ്റ്റിക് സ്വഭാവ ഗുണമുണ്ടെന്നും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. യൂറിയ ഉപയോഗിച്ച് ചർമ്മരോഗത്തിനുള്ള ക്രീമുകൾ ഉണ്ടാക്കുന്നുണ്ടെന്നും അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രശ്നം മൂത്രത്തിൽ യൂറിയയുടെ അളവ് കുറവാണ് എന്നതാണ്. 2.5% യൂറിയുള്ളൂ. ചുരുങ്ങിയത് 10% യൂറിയ ഉണ്ടാവണം. ഇത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യമല്ല, സ്വന്തം ഭാവനയിൽ നിന്ന് പടച്ചു വിടുകയാണ്. പക്ഷേ നമുക്ക് ലഭിക്കേണ്ടുന്ന ഉത്തരം 30-40 വർഷം പലതരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിച്ചിട്ടും ശമിക്കാത്ത ഗുരുതരമായ ചർമ്മരോഗങ്ങളെ സുഖപ്പെടുത്താൻ മൂത്രത്തിന് കഴിയുന്നു എന്ന വാസ്തവമുണ്ട്, അനുഭവമുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? ഇതാണ് അദ്ദേഹം പറയേണ്ടത്. മൂത്രത്തിലെ ഓരോ ഘടകവും പ്രത്യേകം പ്രവർത്തിക്കുകയാണോ, അതോ മൂത്രത്തിലെ 3079 ഘടകങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടാണോ രോഗശമനം ഉണ്ടാകുന്നത്? അത് തെളിയിക്കപ്പെടേണ്ടുന്ന കാര്യമാണ്. നാറുന്ന സാധനം എന്ന് അദ്ദേഹം പറയുന്നത് അതൊരു വൈകാരിക പ്രകടനം മാത്രമാണ്. അമോണിയ തീക്ഷ്ണ ഗന്ധം ഉള്ള പദാർത്ഥമാണ് എന്നത് ശരിയാണ്. ആളുകൾക്ക് ഈ നാറുന്ന സാധനം കൊണ്ട് ചെറിയ കാലയളവിൽ അസുഖം ഭേദമാകുന്നുണ്ടെങ്കിൽ പണച്ചെലവുള്ള ചികിത്സ ജീവിതകാലം മുഴുവൻ തുടർന്നിട്ടും മാറാതെ വരുന്ന സാഹചര്യത്തേക്കാൾ അഭികാമ്യമല്ലേ? മലമരുന്നായി ഉപയോഗിക്കുന്നതിൽ യാതൊരു വിഷമവും തോന്നാത്ത ആൾക്ക് പഴകിയ മൂത്രത്തിൻ്റെ തീക്ഷ്ണഗന്ധത്തോട് ഇത്ര അറപ്പ് തോന്നേണ്ടതുണ്ടോ? രോഗകാരികളായ ബാക്ടീരിയകളെ നശിപ്പിക്കാൻ മൂത്രത്തിന് ശേഷിയുണ്ടെന്ന് ഗവേഷണങ്ങൾ തെളിയിക്കുന്നു. എന്നാൽ ഇതിനെ കുറിച്ചിട്ട് ഒന്നും അറിയാതെ മൂത്രത്തിൽ ബാക്ടീരിയ വളരുമെന്ന് ഇദ്ദേഹം പറയുന്നു. 7 മാസക്കാലത്തോളം ഗർഭസ്ഥ ശിശുവിനെ ഇൻഫെക്ഷൻ ബാധിക്കാതെ രക്ഷിക്കുന്നത് മൂത്രമാണെന്ന്, അതായത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ആണെന്ന കാര്യവും ഇദ്ദേഹത്തിന് അറിയില്ല. മൂത്രത്തിന് ഗുണമില്ലെങ്കിൽ അത് ഉപയോഗിക്കണം എന്ന് പ്രചരിപ്പിക്കുന്നത് തെറ്റ് തന്നെയാണ്. ശാസ്ത്രബോധമില്ലാതെ ഒരു ആരാധന പോലെ മൂത്രത്തെയും ചാണകത്തെയും വാഴ്ത്തുന്നതും ശരിയല്ല. എന്നാൽ ആധുനിക ശാസ്ത്രം എന്താണ് മൂത്രത്തെക്കുറിച്ച് പുതുതായി കണ്ടെത്തിയത് എന്ന സത്യം പഠിക്കാൻ ശ്രമിക്കാതെയുള്ള ബുദ്ധിജീവി നാട്യവും അന്ധവിശ്വാസമാണ്. ഇദ്ദേഹം പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നുമല്ല ഈ പരാതികൾ പറയുന്നത് എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ വിമർശനത്തിൻ്റെ പരിമിതി. നന്ദി.